ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ വരുമായിരിക്കും. ചെറുതും വലുതുമായ പല ലക്ഷ്യങ്ങളില്ലാത്തവരായി ആരും തന്നെ കാണില്ല. എന്നാൽ ആ ലക്ഷ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് മടി. മടി കാരണം മാറ്റിവെച്ചതും മടി കാരണം നഷ്ടപ്പെട്ടതുമായ ഒരു കാര്യമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കില്ല. ഈ വീഡിയോ മടി എങ്ങനെ മാറ്റിയെടുക്കാമെന്നതിനെ പറ്റിയാണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. മടി മാറ്റാനുള്ള ചില വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക. വലിയ ജോലികൾ കാണുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നാം. അതിനെ ചെറിയ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുക. ഉദാഹരണത്തിന്, ഒരു ബുക്ക് മുഴുവൻ വായിക്കുന്നതിന് പകരം ഒരു ദിവസം ഒരു ചാപ്റ്റർ വായിക്കാൻ തീരുമാനിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ചെറിയ ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കോൺഫിഡൻസ് കൂടും. ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്യുക. ഓരോ ജോലിക്കും ഒരു ടൈം ലിമിറ്റ് വയ്ക്കുക. ഇത് നമ്മളെ കൂടുതൽ കോൺസെൻട്രേഷനോടെയും ഫാസ്റ്റായിട്ടും ജോലികൾ കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കും. ടൈമർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ്. കോൺസെൻട്രേഷൻ തെറ്റിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. ജോലി ചെയ്യുമ്പോൾ ഫോൺ, TV, സോഷ്യൽ മീഡിയ തുടങ്ങിയ കോൺസെൻട്രേഷൻ മാറ്റുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒരു മിനിമം ടൈം ഫോൺ മാറ്റി വെച്ചുകൊണ്ട് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അടുത്തത് എനർജറ്റിക് ആയിട്ടിരിക്കുക എന്നതാണ്. നല്ല ഉറക്കം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, എക്സസൈസ് എന്നിവ മനസ്സിനും ശരീരത്തിനും ഒരു എനർജി നൽകും. ഇത് മടുപ്പ് കുറയ്ക്കാൻ സഹായിക്കും. സ്വയം മോട്ടിവേറ്റ് ചെയ്യുക. ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്വയം ചെറിയ ഗിഫ്റ്റുകൾ നൽകുക. ഉദാഹരണത്തിന്, ഒരു സിനിമ കാണുകയോ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുകയോ ചെയ്യാം. ഇത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കും. കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ലിസ്റ്റാക്കി എഴുതുന്നത് ഓർമ്മപ്പെടുത്താൻ സഹായിക്കും. ഓരോ കാര്യം കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അത് വെട്ടിക്കളയുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകും. ഈ കാര്യങ്ങൾ പതിവായി ഫോളോ ചെയ്താൽ മടി കുറയ്ക്കാനും കൂടുതൽ പ്രൊഡക്റ്റീവായി പ്രവർത്തിക്കാനും സാധിക്കും.